മുസ്ലിങ്ങളെ ശ്രദ്ധിക്കുക, നിങ്ങൾ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്, അടുപ്പിക്കാൻ കൊള്ളാത്തവരാണ് എന്ന് നിത്യവും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കാൻ ഈ ശാഖകളിലും മറ്റൊക്കെ പോയിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇന്ന് വരെ ചിലപ്പോൾ മുസ്ലിമായിട്ട് മര്യാദക്ക് പെരുമാറിയിട്ടുണ്ടാവില്ല. അവൻ്റെ ധാരണ നിങ്ങളെക്കുറിച്ചുള്ളത് വളരെ മോശമാണ്. ചിലപ്പോൾ നിൻ്റെ ഒരു പ്രവർത്തനമായിരിക്കും അവനെ തിരുത്താൻ, നിൻ്റെ ഒരു നല്ല സംസാരമായിരിക്കും അവനെ മാറ്റം വരുത്താൻ കാരണമാകുക. ഹസൻ, ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറുക. ശവാഉൻ കാനു മുസ്ലിമീൻ ഔ ഗൈരി മുസ്ലിമീൻ, മുസ്ലിമീങ്ങളാകട്ടെ അല്ലാത്തവരാകട്ടെ. നല്ല സ്വഭാവം എന്നത് എല്ലാവർക്കും ഉണ്ട്. മുസ്ലിമിനോട് നല്ല സ്വഭാവത്തിലാണ്, മുസ്ലിം എല്ലാത്തവരോടും നല്ല സ്വഭാവത്തിലാണ്. വാക്കുകൊണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ കൂടുതൽ നിനക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുക നിന്റെ പ്രവർത്തനം കൊണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോഴാണ്. മുസ്ലിം അല്ലാത്ത ഒരാൾ പെരുമാറും ശ്രദ്ധിക്കണം. ഒരു കണ്ടക്ടറാണ്, ഒരു രൂപ തന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ നിന്റെ ഒരു 1000 കോടി തട്ടിയെടുത്ത് ഒരാളോട് പെരുമാറുന്ന പോലെ സംസാരിക്കരുത്. വിട്ടുകൊടുക്കുക, ഫഅഫു വസ്ഫഹു, പുറത്തു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കച്ചവട മര്യാദകളൊന്നും എന്തായിരുന്നു? അവിടുന്ന് സാധനം വാങ്ങിച്ചാൽ അവിടുന്ന് വില പേശുമായിരുന്നു. എന്നിട്ട് അവൻ പറഞ്ഞ വിലയേക്കാൾ കൂടുതൽ അവിടുന്ന് കൊടുക്കുമായിരുന്നു. വില പേശുക എന്നത് അവിടുത്തെ സുന്നത്തായിരുന്നു. എന്നിട്ട് അവിടുന്ന് ഒരാൾക്ക് സാധനം അയാൾ നിന്ന് വാങ്ങി അയാൾക്ക് പൈസ കൊടുക്കുമ്പോൾ കൂടുതൽ കൊടുക്കും. അയാളുടെ മനസ്സിന് തൃപ്തി ഉണ്ടാകാൻ. നമ്മൾ പലരും ഓട്ടോറിക്ഷ വിളിച്ചാൽ 25 രൂപ പറഞ്ഞാൽ നമ്മൾ തർക്കിച്ച് സമയമാക്കി അവൻ്റെ ആകെ തർക്കമായി 5 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ 5 രൂപ കൂടുതൽ കൊടുത്താൽ അവന് കൂടുതൽ ഹൈർ, സന്തോഷമായി. അതുകൊണ്ട് നിന്റെ സമ്പത്ത് ഒന്നാകെ നശിക്കാൻ പോകുന്നില്ല. ജനങ്ങളോട് നല്ല രൂപത്തിൽ നല്ല സ്വഭാവത്തിൽ പെരുമാറുക. കാരണം പ്രവർത്തനം കൊണ്ടുള്ള ദഅവത്ത് വാക്കുകൊണ്ടുള്ളതിനേക്കാൾ ഫലപ്രദമാണ്. ഫലാ തുഖാബിലു ഗൈറക്കും ബിൽ ഉനുഫ്, നിങ്ങൾ മറ്റുള്ളവരോട് പരുഷമായി പെരുമാറരുത്. മുസ്ലിങ്ങളെ ശ്രദ്ധിക്കുക, നിങ്ങൾ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്, നിങ്ങൾ അടുപ്പിക്കാൻ കൊള്ളാത്തവരാണ് എന്ന് നിത്യവും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കാൻ ഈ ശാഖകളിലും മറ്റൊക്കെ പോയിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇന്ന് വരെ ചിലപ്പോൾ മുസ്ലിമായിട്ട് മര്യാദക്ക് പെരുമാറിയിട്ടുണ്ടാവില്ല. അവൻ്റെ ധാരണ നിങ്ങളെക്കുറിച്ചുള്ളത് വളരെ മോശമാണ്. ചിലപ്പോൾ നിൻ്റെ ഒരു പ്രവർത്തനമായിരിക്കും അവനെ തിരുത്താൻ, ഒരു നല്ല സംസാരമായിരിക്കും അവനെ മാറ്റം വരുത്താൻ കാരണമാകുക.